എല്ലാരെയും ദേഷ്യം പിടിപ്പിച്ചൊക്കെ കാട്ടിത്തരികയായിരിക്കും ഒരു ബിഗ് ബോക്സിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പുറത്ത് എന്നാല് അപ്പനെ എന്നെ വിളിച്ചാൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നാണ്. നൂറയുടെ വളർത്തമ്മ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോ കേട്ടത്. അതായത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നാല് അവൾക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ കൊണ്ടുവരും. ആദിലയും നൂറയും ഒരുമിച്ച് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യം ഒരിക്കലുമില്ല. ഇവിടെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ വന്നുകൊണ്ട് നിങ്ങൾ എന്റെ മക്കളാണ് എന്ന് ചേർത്ത് പിടിച്ചപ്പോ, ലാലേട്ടൻ അവർ എന്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റുമെന്ന് പറഞ്ഞപ്പോ അവിടെ നാണം കെട്ട പുരോഗമന ചിന്താഗതി ഒന്നുമില്ലാത്ത അന്ധകാരത്തിൽ പൂണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ടവര് എന്ന് നൂറയുടെയും ആദിലയുടെയും മാതാപിതാക്കളെ ചിത്രീകരിച്ചു. അവര് പുരോഗമന ചിന്താഗതിയുള്ളവരല്ല, അവര് മനുഷ്യന്മാരല്ല, കാടന്മാരാണ് എന്ന രീതിയിലാണ് ആ സാധാരണ മനുഷ്യന്മാരെ വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ്. നൂറയും ആദിലയും റെപ്രസെന്റ് ചെയ്യുന്ന LGBTQ നമ്മളെക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ് എന്ന് ആളുകൾ ഇല്ലാവചനങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ നിന്റെയും അവന്റെയും ഒക്കെ വീട്ടിൽ ഇത് സംഭവിക്കുമ്പോ നീ മൂക്കത്ത് വിരൽ വെക്കില്ലേ? അന്യന്റെ വീട്ടിൽ നടക്കുന്നതൊക്കെ നിനക്ക് വലിയ സംഭവമാണെന്നുള്ളതാണ്. ലാലേട്ടാ, നിങ്ങൾ അവരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും എന്ന് പറഞ്ഞ ആ വാക്കിനോട് കൂടിയിട്ട് അവരുടെ മാതാപിതാക്കൾ എത്രത്തോളം താഴ്ന്നു, അവരെത്രത്തോളം നാണം കെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ലാലേട്ടന് വേണം. ആരോ എഴുതി പിടിപ്പിച്ച തിരക്കഥയും വായിച്ച് ഡയലോഗ് അടിച്ചപ്പോ ആ പാവപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ച് ലാലേട്ടാ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ലക്ഷ്മിക്ക് നിങ്ങൾ ഒരു ചെക്ക് വെച്ചതാണെങ്കിൽ ലക്ഷ്മിക്കല്ല നിങ്ങൾ ചെക്ക് വെച്ചത്, ഇവിടെയുള്ള 99% മാതാപിതാക്കൾക്കാണ് നിങ്ങൾ ചെക്ക് വെച്ചത് എന്നുള്ളതാണ്. അതൊക്കെ ലാലേട്ട ഒന്നും കൂടി ആലോചിച്ച് പറയേണ്ട കാര്യമായിരുന്നു. അതുപോലെ തന്നെ ആര്യന്റെ അമ്മ വന്ന് പറഞ്ഞു എന്റെ മക്കളാണ് ഇവർ. ആ വാക്കോട് കൂടിയിട്ട് ഇവരുടെ മാതാപിതാക്കൾ അവരെ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണ്, അവരെ കുപ്പയിൽ എറിഞ്ഞതാണ്, ആ കുപ്പയിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ് എന്ന രീതിയിലായിരുന്നു ആ പ്രസ്താവന. ഒരു പക്ഷേ ആ പാവപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ബിഗ് ബോസിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഊളത്തരവും വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധാരണക്കാരായ മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കേരളമാണ്. ബുദ്ധിയും വിവേകവും വിവരവുമുള്ള ഒരുപാട് ആളുകളുണ്ട്. സ്നേഹം എന്നതും മനുഷ്യത്വം എന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല. LGBTQനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്തു കൊള്ളുക. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് വിഷമിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ചെറിയ പ്രായത്തിൽ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. നല്ല മോളായി. കണ്ണൊക്കെ കെട്ടിയ പുറത്ത് പോകും, ഹിജാബൊക്കെ ഇട്ടിങ്ങനെ. അത്രയും നല്ലൊരു മോളായി. വല്ലാത്തൊരു വിഷമം തട്ടിപ്പോയി നമ്മക്കൊക്കെ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പോയി. കാരണം അത്രയും പൊന്നു പോലെ നോക്കിയെടുത്തൊരു മോളം. അനിയത്തികളെ നോക്കുന്നവർക്കാണ് ഓളോ പാപ്പയും ഓളും നോക്കിയെടുത്തത്. ഒരു ചോറൊക്കെ ഓള് തിന്നാൻ മുട്ടിരിക്കരുത്, എന്നാലും അതുമായിട്ട് വൈകിയേക്ക് ഇങ്ങനെ പോകും ഭാര്യ കൊടുക്കാൻ. ആ ഉപ്പൊക്കെ അവളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് അവള് തന്നെ പറഞ്ഞതാ. നൂറ പറഞ്ഞത് ഓർമ്മയില്ലേ? ആശിച്ചും കൊതിച്ചുണ്ടായ ഒരു മോളാണ് നൂറ. ആ നൂറ എന്ന പേര് തന്നെയാണ് ആ ഉപ്പയുടെ സ്ഥാപനത്തിന് ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. അതുകൂടാതെ ആ ഉപ്പയുടെ കഷ്ടപ്പാടും വിയർപ്പും പറ്റിയ ഒരു നെക്ലേസ് മാലയുണ്ട്. ആ മാല പോലും ആദിലേക്കാണ് അവൾ സമ്മാനിച്ചത്. അവളുടെ ഉപ്പയുടെ സമ്പാദ്യം, അവളുടെ ഉപ്പയുടെ വിയർപ്പ്, ആ സ്നേഹം, അതുപോലും അവള് മറ്റൊരാളുടെ മുന്നിലേക്ക് നീട്ടിവെച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് ആലോചിച്ച് സന്തോഷം കൂടിയും കൊള്ളണം. പടച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിക്കും കൂടിയും വേണം. സൗദിയിൽ നിൽക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെ ഒന്നും സംശയിക്കൂലേ? അതെ 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 അല്ലേ? അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ഇവരുമായിട്ടുള്ള ഇത് സംശയിക്കാൻ പറ്റുന്നത്. വല്ലാത്തൊരു ജീവിതമായിട്ട്. ആ വാപ്പന്റെ ഏക സ്വത്താണ്. അത്രയും ഇഷ്ടമുള്ളൊരു മോൻ, അത്രയും ഇഷ്ടം. ഉമ്മയും അങ്ങനെ ഇല്ല, നല്ല മക്കളാ. ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ അവിടെ തന്നെ ഓരോ കൊടുത്ത് നിൽക്കുകയും തിന്നുകയും കുടിക്കുകയും. ഞാനും പറഞ്ഞോണം ഒരു പാവപ്പെട്ട ഒരാളാണ്, അതൊന്നും പോയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഓരോ പുരയിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത്. എനിക്ക് വളരെ വിഷമമുള്ള വ്യക്തിയാണ് ഞാൻ. ഈ മോള് പോയ സമയത്തെ ഈ മോള് ഇങ്ങനെ പോയല്ലോ, അവളെ കൂടെ ആദിലയുടെ കൂടെ പോയല്ലോ. ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ? അങ്ങനെ എന്തെങ്കിലും വെറുതെ പറയാ. അവളെ ജീവിതത്തിൽ അടുത്തത് ഞാൻ കണ്ടില്ല. ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും ചെയ്യുന്ന മോളല്ല. ചെറിയ മോളും ഞങ്ങളെ ജീവനാണ്. കൂട്ടുകാരന്റെ മകളും തന്റെ മകളും ചേർന്ന് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുമെന്ന് അവർക്ക് അറിയില്ലല്ലോ ഉമ്മ. ഇതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഉമ്മ? അപ്പൊ നമ്മൾ എങ്ങനെ തെറ്റിദ്ധരിക്കും? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മനസ്സിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു ചിന്ത വന്നേക്കാം, എങ്ങനെയാണ് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ആകുമെന്ന് നമ്മൾ ചിന്തിക്കുക.
പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിക്കുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പൊ പല ആളുകൾക്കും തന്റെ മക്കളെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ പോലും ഭയമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള ഹോർമോൺ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് അവർ കൈവിട്ടു പോകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവര്. അത്രക്ക് ഭയാനകമാണ്. പുതിയൊരു ഫിയറും കൂടി അൺലോക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആൺകുട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഭയം, പെൺകുട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഭയം. ആദ്യമെല്ലാം പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൺ അവളെ വലവീശി പിടിക്കാൻ ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു രക്ഷിതാക്കൾക്ക്. ഇപ്പൊ അതല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടി ചിലപ്പോൾ അത് ചെയ്താലോ എന്നുള്ള ഭയം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയതാണ് നൂറയെ. നൂറയെ കുറിച്ച് പറയാൻ ഈ വളർത്തുമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവളെ തട്ടിയെടുത്തതാണ്, കൂട്ടുകാരി ചമഞ്ഞു വന്ന് ആ പെൺകുട്ടിയെ വലയിലാക്കിയതാണ് ആദില എന്നുള്ളത്. ഒരു പക്ഷേ ആദില തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത് എന്നുള്ളത് അവരുടെ ഇന്റർവ്യൂകളും അവരുടെ സ്വന്തം ചാനലിട്ട വീഡിയോസും ബിഗ് ബോസ് വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരാളുടെ ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് അട്രാക്റ്റ് ആയി. ഞാൻ ലെസ്ബിയൻ ആണോ അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് ആണോ എന്ന് പോലും നൂറക്കറിയില്ല. ആദില പറയുന്നു ഞാൻ സ്ട്രെയിറ്റ് അല്ല, ഞാൻ ലെസ്ബിയൻ ആണ് എന്നുള്ളത്. എന്നാൽ അവൾക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം എന്നുള്ളതാണ്. ഒരു ആൺകുട്ടിയുമായിട്ട് ഓരോ തോട്ടുകൾ, ഓരോ ചിന്തകൾ, ഇല്ലാവചനങ്ങൾ എഴുതി വെച്ച് അതിലേക്ക് നയിക്കുന്ന മറ്റുള്ള ആളുകളെ പോലും ചതുപ്പിലേക്ക് വലിച്ചിഴക്കാൻ കഴിവുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇത് എന്ന് പറയാതെ പറയേണ്ടി വരും. ആ മോളാടെ പിടിച്ചിട്ടാ പറയാട്ടോ. അല്ലാണ്ട് ജീവിതത്തിൽ ഇവരൊരു ബുദ്ധിമുട്ട് നോക്കില്ല. ഓക്കാടെ ഈ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഒരു ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചെറിയ മോളെ കണ്ടിയില്ല, നസീറനെ കണ്ടിയില്ല ഒരിക്കലും. ഞങ്ങൾ ഓൾ ഇവിടെ സ്കൂൾ ചേർത്തിയപ്പോ തന്നെ ഓളെ ടൈം ആകുമ്പോഴേക്ക് ഞാൻ ഓള് ഓട്ടോറിക്ഷയായിട്ട് കാറിന് ഡ്രൈവറില്ലായിട്ട് ഓട്ടോറിക്ഷയും വിളിച്ച് മോളെ കൊണ്ടുവരാൻ പോയത്. ആ ഉമ്മ അവളെ ഒന്ന് തല്ലിയിട്ട് പോലുമില്ല, അത്ര സ്നേഹമാണ് എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് വരാൻ വൈകിയ സമയത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും പെറ്റുമ്മക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഉമ്മയുടെ കാലടി പാതയിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ആ ഉമ്മയെ അവിശ്വസിക്കില്ല എന്നുള്ളതാ. ഇനി 2 കൊടുത്തു എന്ന് തന്നെ കൂട്ടുക, എന്ത് തെറ്റാണുള്ളത്? ഉമ്മയ്ക്ക് മക്കളെ ശിക്ഷിക്കാൻ യാതൊരു അവകാശമില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതൊരു തെറ്റായ രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. LGBT നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഒറ്റക്കാലിൽ തപസ്സിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലും നടക്കാൻ പോകുന്നില്ല. കാരണം അത് ഒരു അസുഖമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്റെ ഉമ്മാക്കാണ് രോഗം, അവരതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ അതേ നൂറയുടെ ഉമ്മ അവൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവള് എപ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷെ ഈ ആഴ്ച ആദില പുറത്തു പോയി കഴിഞ്ഞാലെങ്കിലും അവൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഒരൊറ്റപ്പെടൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പല ആളുകൾ റിക്കവർ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പലയിടങ്ങളിൽ നൂറ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ലെസ്ബിയൻ ആണോ എന്ന് എനിക്കറിയില്ല എന്നുള്ളത്. അത് തന്നെ വലിയ ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ചുഴിയിൽ അകപ്പെട്ടതാണ് എന്നുള്ളതിന്. ഞാൻ പറയാം, ഞാൻ വിചാരിക്കും എങ്ങനെയൊക്കെ നോക്കിയെടുത്തൊരു മോളാണ് അത് വിചാരിച്ചക്ക് ആൺ പോയിട്ട് ചീച്ചറിയാന്ന്. ഇവിടെ തന്നെ ഞാൻ വിചാരിക്കും കവണ്ടി വിടുന്നൊന്നും അറിയാല. അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ ഈ നാണം കെട്ട സ്വഭാവമൊക്കെ പറയുമ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. ഇത്രയും ഞാൻ അവിടെ എത്തിയാ ഞാൻ പറഞ്ഞു കൊടുക്കായി എന്നൊക്കെ ആയി മനസ്സിൽ തോന്നുന്നു. ബിഗ് ബോസിലേക്ക്, ഫാമിലി വീക്കിലേക്ക് ഒരു പക്ഷേ ഈ ഉമ്മയെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഭയാനകമായിരിക്കും എന്നുള്ളതാണ്. കാരണം അവൾ അകത്ത് നിന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണ് എന്നുള്ളതാണ്. മാതാപിതാക്കൾ മർദ്ദിച്ചു എന്ന കാര്യം നുണയാണ് എന്നുള്ളതും, ഇനി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പോയിന്റാണ്. മാതാപിതാക്കൾക്കല്ലാതെ ആർക്കാണ് സ്വന്തം മക്കളെ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത്? ആരെയും കൊല്ലാനുള്ള അവകാശമില്ലെങ്കിൽ പോലും 2 അടി കൊടുത്ത് എന്റെ മോളെ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്ന് പറയാൻ ഈ രക്ഷിതാക്കൾക്ക് അല്ലാതെ ആർക്കാണ് അവകാശമുള്ളത്? ഈ ഉമ്മച്ചി പറയുന്നു ബിഗ് ബോസിൽ എത്തിയിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ തിരുത്തി കൊടുത്തേനെ എന്നുള്ളത്. എന്ത് ചെയ്യാനാണ്? ബിഗ് ബോസ് ഒരിക്കലും അവരുടെ ഫാമിലിയെ കോണ്ടാക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല. എനിക്കിപ്പോ അതൊക്കെ വിചാരിക്കുമ്പോ കുറ്റം പോയി ചീത്തറിയും. സ്വന്തം അമ്മനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാണ് എന്തിനായിട്ടില്ലേ ഈ മക്കളെ നമ്മൾ പോറ്റിയെടുത്ത് തോതിലയച്ച് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാരെ ഇവിടെ. ആ ഉമ്മയെ കുറിച്ചിട്ട് പല മോശ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ചാനലിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇന്റർവ്യൂകൾ ഉണ്ട്. ആ ഇന്റർവ്യൂകളിലൂടെ ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടോ, നിങ്ങൾ അവരെ ഒഴിവാക്കി, നിങ്ങൾ അവരെയും ഒഴിവാക്കി, പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരുടെ പേര് തന്നെ വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുന്നു? എന്തിനാ ഒരു കാര്യം പറയുന്നു?
ഞങ്ങളൊരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുന്നു, പാസ്റ്റിനെ കുറിച്ച് ചോദിക്കണ്ട, ഞങ്ങൾ പറയില്ല. ഈ ഒരൊറ്റ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ? ബിഗ് ബോസിനകത്ത് പോലും അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാലേ നിലനിൽക്കാൻ കഴിയൂ. അതിൽ എരിവോടുകൂടി പുളിപ്പോടുകൂടി നുണ കയറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടി റീച്ചിലേക്ക് എത്തും. ഇവർക്ക് PR ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ആ PR ചെയ്യുന്ന ആളുകളുടെ മക്കളൊന്നും ഈ രീതിയിൽ പോകാത്തതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും PR ചെയ്യാം. അതിലൂടെ കിട്ടുന്ന പണം മോഹിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ പല ആളുകളും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടുകൊടുക്കുന്നുണ്ട്. മക്കള് രണ്ടും മാള് ഒരു ദിവസം ഞാൻ പറ്റിച്ചു. ഒരു ഡ്രൈവിംഗ് അടിക്കാൻ പോയിപ്പെട്ട ആൾ തന്നെ ഓലെ കൊണ്ടെടുത്ത് തന്നെ പോയതാ. അപ്പൊ ഞാനിങ്ങനെ പോരും ഓലാണ്. അപ്പൊ ഞാൻ ഓലെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കണ്ണും മുഖമൊക്കെ കിട്ടിയ രണ്ട് പെണ്ണുങ്ങൾ ഏതാന്ന് വിചാരിച്ചു. ഞാനും മുന്നോട്ട് അങ്ങ് പോയേ. എന്നാലും അവര് രണ്ടും ജസ്റ്റ് ഓടി വന്നിട്ട് എന്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് അറിഞ്ഞില്ല. പറഞ്ഞ് അയച്ചാ ഒരു നല്ലൊരു കുടുംബമാണ്. ഒരു ഉമ്മയും ബാപ്പയും ഒക്കെ തന്നെയാണ്. അന്നേരമാണെന്നറിയാം അത്രയും നല്ല നല്ല ഈ ഇതിന് നല്ലൊരു ഫാമിലിയാണ്. ഓരൊക്കെ പഠിച്ചവർ പേടിയുള്ള ആൾക്കാരാണ്. ഈ ഉമ്മയുടെ വാക്കിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അവർ മതവിശ്വാസികളായ ആളുകളാണ്, ആ മതത്തിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ മക്കള് ഈ രീതിയിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായി ഒരു സാധാരണക്കാരൻ ഒരു മതത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഇതൊന്നും അംഗീകരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ആ മതവിശ്വാസ പ്രകാരം ഇത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെ കഴിയും? ഈ വിഷയത്തിൽ മതങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അങ്ങനെ സമ്മതിക്കുവോ? ഇനി അങ്ങനെ സമ്മതിച്ചു എന്ന് തന്നെ കൂട്ടുക, ഒഴിവാക്കി എന്ന് തന്നെ കൂട്ടുക. പിന്നീട് അവർ നിങ്ങളെ ഇങ്ങനെ നിരന്തരമായി ക്രൂശിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ അതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? ഇപ്പോ ഇവരുടെ ഉമ്മയും ഉപ്പയും ആരാണ് എന്ന് പേരുകൾ മാത്രമേ അറിയുള്ളൂ. അവരുടെ മുഖമൊന്നും ആരും കണ്ടിട്ടില്ല. അവരുടെ മുഖം കൂടി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് എന്താവും അവരുടെ അവസ്ഥ? ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാ. ഒരു കല്യാണത്തിന് പോലും പോവാൻ കഴിയാത്ത രീതിയിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാ. ആ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല. ലാലേട്ടനെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല. ആര്യന്റെ അമ്മയ്ക്കൊന്നും ഒരിക്കലും കഴിയില്ല. അവരെന്റെ മക്കളാണെന്ന് ചേർത്ത് വെക്കുമ്പോ ആ പാവങ്ങളെ അവര് മോശക്കാരാണ് എന്നാണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. എന്നിട്ട് BGM ഒക്കെ ഇട്ടിട്ട് അത് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ബോധമില്ലാത്ത ആളുകളും. എല്ലാരെയും ദേഷ്യം പിടിച്ചൊക്കെ കാട്ടി തരികയായിരിക്കും ഒരു ബിഗ് ബോക്സിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരു പുറത്ത് വരട്ടെ, എന്നാല് അപ്പനെ എന്നെ വിളിച്ചാൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നാണ്. അത്രയും കുട്ടികളുടെ മക്കളെ മാണ്ടാന്ന് അത്രയും ഇതെന്ന് വെച്ചാൽ ആ വാപ്പന്റെ ജീവന് ശ്വാസമായിട്ടുണ്ടെങ്കിൽ മോള അത്രയാണ്. ഇപ്പം തന്നെ ആടാ പോയിട്ട് ആ ഓരോ പീടിയൊക്കെ വരെ ഓളെ പേരാട്ട് അവളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഓളെ വാപ്പാന്റെ ജീവന്റെ ശ്വാസമായ മോള. വല്ലാത്തൊരു വാക്കാട്ടത്, നെഞ്ചി തറച്ചു. അയാളുടെ സ്ഥാപനത്തിന്റെ പേര് പോലും നൂറ എന്നാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര കൊണ്ട വാക്കതാ. ആ വാപ്പാന്റെ ജീവന്റെ ശ്വാസമായ മോളാണ് എന്നുള്ളത്. നൂറ ഇതൊക്കെ അറിയുന്നുണ്ടാ? എവിടെ അറിയാന്? അവരിപ്പോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലഹരിയിൽപ്പെട്ട പോലെയാണ്. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു നാളിൽ ഒരു മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ ഉമ്മയുടെ ഉപ്പയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാല് അവര് മാപ്പ് തരും, ഉറപ്പാ. കാരണം കളങ്കമില്ലാത്ത സ്നേഹം അതെന്നും അവിടെ നിലനിൽക്കുന്നുണ്ടാവും. ഓളെല്ലാം എന്തല്ല അവള് പറയുന്ന സ്വന്തം അമ്മനെ പറ്റി വൃത്തികെട്ട വാക്ക്. എനിക്ക് അങ്ങനെ കിട്ടിയാണ് മൂക്കടിച്ച് പൊട്ടിക്കാനായിട്ട് തോന്നുക. അത്രയും വിഷമം. സ്വന്തം അമ്മ ഒരു നല്ലൊരു ഉമ്മ, അതിനെപ്പറ്റി പറയാന്നൊക്കെ വെച്ചാലുണ്ടല്ലോ. എന്റെ പൊന്നുമ്മച്ചി, നിങ്ങൾ അവരെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്കുള്ള ശിക്ഷ പടച്ചോൻ കൊടുത്തോളും. ഉമ്മാന്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ കൊടുത്തോളും. ഒരു ഉമ്മാന്റെ അല്ല, രണ്ട് ഉമ്മമാരുടെ, രണ്ട് വാപ്പമാരുടെയും അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴ്ത്തിയ ആളുകളാ. അവർക്ക് കിട്ടാനുള്ളത് അത് പടച്ചോൻ കൊടുത്തോളും. ഉമ്മ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോക്സിലുള്ളവര് ഇങ്ങനെ പറഞ്ഞ ഓളം നല്ല സ്നേഹത്തെ ഇതൊക്കെ നോണാണ്. മറ്റേ പറഞ്ഞോക്ക ആരോ പീഡിപ്പിച്ചിരുന്നു, അതൊക്കെ നോണ പറയാ ചുണ്ടറിഞ്ഞെടുക്കണം. അത്രയും സങ്കടം അതൊക്കെ കേട്ടിട്ട്. വെറുതെ പറയാ പിടിച്ചു നിൽക്കാനൊരു കാര്യം. ഇവരൊക്കെ ചോദിച്ചീനേ പിന്നെ എങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഒരു വീട്ടിൽ എന്താ കേറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് അന്നപ്പോ ഇവർക്ക് പിടിച്ചു നിൽക്കണ്ടേ, അതിന് ഉണ്ടാക്കിയെടുക്കൂട്ടോ അതൊക്കെ. ആ പീഡനക്കഥ ഉണ്ടല്ലോ, ആ പീഡനക്കഥ പോലും നുണയാണ് എന്നാണ് ഉമ്മച്ചി പറയുന്നത്. ഒരുപക്ഷെ ആ പീഡനക്കഥ നമ്മൾ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദി ബിഗ് ബോസിലുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവള് പറഞ്ഞ അതേ കഥ തന്നെയാണ് നൂറ പറഞ്ഞത്. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടോളൂ. അപ്പോ ഇതാണ് അവസ്ഥ.
നൂറയെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ആ ബന്ധം ഒഴിവാക്കി വരേണ്ടി വരും. ആദിലയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ആദിലയാണ് മുൻകൈ എടുത്തത് എന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ തേടി അലയേണ്ടതായിട്ടൊന്നുമില്ല. അവരുടെ ഇന്റർവ്യൂകളൊക്കെ എടുത്തു നോക്കിക്കോ, ഇവരുടെ ചാനലിൽ അവരിട്ട വീഡിയോസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ആ ഉമ്മയുടെ മുഴുവനായിട്ടുള്ള വാക്കുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഷെഫീന ബീവി എന്ന ആ ഒരു ചേച്ചിയുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത്. അവർക്ക് ഈ ഒരു സംഭവത്തൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരൊരു സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. വളരെ കുറച്ച് ആളുകളെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ലോകം മുഴുവൻ സപ്പോർട്ടാണ് എന്നുള്ള തെറ്റായ സന്ദേശം ബിഗ് ബോസിലൂടെ, ഏഷ്യാനെറ്റിലൂടെ, ലാലേട്ടന്റെ നാക്കിലൂടെ പോലും പുറത്തേക്ക് വരുമ്പോൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത്? അല്ലെങ്കിൽ ബിഗ് ബോസ് മെസ്സേജിന് വേണ്ടിയിട്ടല്ലല്ലോ, സാമ്പത്തികം ഉണ്ടാക്കാനുള്ള പൊറോട്ടു നാടകമല്ലേ കളിക്കുന്നത്. ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ കൂടാം, പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.